നമ്മുടെ മുഖത്തുണ്ടല്ലോ എത്ര പ്രായമായാലും സ്കിന്ന് ചുളിവുകൾ വീഴത്തില്ല. അതുമാത്രമല്ലാണ്ടല്ലോ സ്കിന്ന് ഡ്രൈ ആവാതെ നല്ല തിളക്കമായിട്ടും നല്ല നിറം വച്ചിട്ട് നമ്മുടെ സ്കിന്നിൽ ഒരു സ്കിൻ ബ്രൈറ്റ് ആയിട്ടിരിക്കാനായിട്ട് നൈറ്റ് ക്രീം ഉണ്ടാക്കി കാണിച്ചിട്ടെ. ഇത് രാത്രി നമുക്ക് തേച്ചിട്ട് കിടക്കാം ഫേസിൽ. അതല്ലെങ്കിൽ നമുക്ക് പകലാണെങ്കിലും തേക്കാം. വെയിൽ കൊള്ളാതിരുന്നാൽ മതി കേട്ടോ. എന്നിട്ട് രാത്രി തേച്ച് കിടക്കണമെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ കഴുകി കളഞ്ഞ് നോക്കിക്കോ, റിസൾട്ട് അറിയാൻ പറ്റും കേട്ടോ. സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഡ്രൈനെസ് ഒക്കെ ഉള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് സ്കിൻ നല്ല ഗ്ലോ ആവുമേ. അപ്പോൾ അതാ നമുക്ക് എടുക്കേണ്ടത് എന്നാണെന്നറിയാമോ, അലോവേരയുടെ ജെല്ലില്ലേ, നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അലോവേരയുടെ ജെല്ല് അതെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഫേസ് ക്രീം ഉണ്ടാക്കി വെളിയിൽ വെച്ചാലും ഇപ്പം ഒരു 5-6 മാസം വെളിയിൽ ഇരുന്നാലും ഇത് കേടാവത്തില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ എന്നാരാവോ, വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളില്ലേ, വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ നമുക്ക് ആയുർവേദ ഷോപ്പല്ല, നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടും. അപ്പം ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഇത് നമുക്ക് സ്കിന്നിന് നല്ലതാണ്, നിറം വെക്കാനൊക്കെ ആയിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ തലമുടിക്കൊക്കെ നല്ല തിളക്കം കിട്ടാനൊക്കെ ആയിട്ട് നല്ലതാണ് വൈറ്റമിൻ ഇ. അപ്പോൾ അതുപോലെ തന്നെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ. അപ്പം ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ നിങ്ങൾ വാങ്ങിയിട്ട് ഇതിലേക്ക് നമുക്ക് ഈ അലോവേര ജെല്ലിൻ്റെ കൂട്ടത്തിലേക്ക് ഇത് പൊട്ടിച്ചെടുത്ത് ഒഴിക്കാം. അപ്പം ഞാനിപ്പം കുറച്ച് ക്രീം ഉണ്ടാക്കി എടുത്ത് സൂക്ഷിക്കാനായതുകൊണ്ട് തന്നെ 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ പൊട്ടിച്ചെടുത്തതാണ് ഇതുപോലെ എടുത്തേക്ക് എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കൂട്ടിയിളക്കി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പം ശരിക്കും നല്ല വൈറ്റ് കളറിൽ തന്നെ ക്രീമായിട്ട് കിട്ടും. ഈ ക്രീമിലേക്ക് നമുക്ക് 2 ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്നാണെന്നറിയാമോ, നമ്മുടെ ഗ്ലിസറിൻ ഉണ്ടല്ലോ. ഗ്ലിസറിൻ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, നമുക്ക് ഈ പല ബ്യൂട്ടി ഫേസ് ക്രീമുകളിലും ഹെയർ ഷാമ്പൂലൊക്കെ ഇടുന്ന സംഭവമാണ് ഈ ഗ്ലിസറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗ്ലിസറിന് നമുക്ക് ഫേസിൽ നല്ലൊരു തിളക്കം കിട്ടാൻ ആയിട്ട് നല്ലതാണ്. അപ്പം ഈ ഗ്ലിസറിൻ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പം ഈ വെജിറ്റബിൾ ഗ്ലിസറിൻ കേട്ടോ. അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഒരു 3 തുള്ളി. ഒരുപാട് ഗ്ലിസറിൻ ചിലർക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം സ്കിന്നിൽ ഇങ്ങനെ ഒരു ഓയിൽ പോലെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പം നിങ്ങളത് ഫേസ് ക്രീമിൽ ഒരു 3-4 തുള്ളി, അതിൽ കൂടുതൽ ഒഴിക്കണ്ട കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു 3 തുള്ളി ഞാനിപ്പോൾ എടുത്ത് ഒഴിച്ചിട്ട് വെക്കുന്നത് നമ്മുടെ ഫേസ് ക്രീമിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഏത് കമ്പനിയുടെ റോസ് വാട്ടർ ആയാലും കുഴപ്പമില്ല, റോസ് വാട്ടർ ആയാൽ മതി കേട്ടോ. ഇത് നമുക്ക് സ്കിന്നുണ്ടല്ലോ ഒന്നും പറയാനില്ല, നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. അപ്പം ഈ ഡ്രൈ സ്കിന്നും ഒക്കെ ഉള്ള ഈ മുരിച്ചിലൊക്കെ ഉള്ള സ്കിന്നുണ്ടല്ലോ, അപ്പോൾ സ്കിന്ന് നമുക്ക് പ്രായം ചെല്ലുന്തോറും പെട്ടെന്ന് ഇങ്ങനെ സ്കിന്ന് ചുളിവുകൾ വീഴുന്നില്ല. നമ്മൾ സ്കിന്ന് ഡ്രൈ ആവുന്നതുകൊണ്ടാണ്. അപ്പം ഡ്രൈനെസ് മാറും. അത് മാത്രമല്ല ചില കുട്ടികളുടെയൊക്കെ ഇങ്ങനെ കാലിലൊക്കെ ഇങ്ങനെ നിങ്ങളായിട്ടില്ല മുരിച്ചിൽ കാലിലൊക്കെ. അപ്പം അങ്ങനെയുള്ള സ്കിന്നിലും ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം ഇത് നമുക്കിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് രാത്രി കിടക്കുന്നതിനൊക്കെ മുൻപ് നമ്മൾ ഫേസിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തൂത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കിന്നിലോട്ട് തന്നെ അത് വലിഞ്ഞു വെക്കോളും. കണ്ടില്ല, ഇങ്ങനെ വലിഞ്ഞു വെക്കോളും. സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കും ഈ ഗ്ലിസറിനും ഒക്കെ ചേർന്ന് വെക്കുന്നതുകൊണ്ട് തന്നെ. അപ്പം നിങ്ങൾക്ക് പകലാണെങ്കിലും തേക്കാം, പക്ഷേ പകൽ തേക്കുമ്പോൾ വെയിൽ കൊള്ളരുത് കേട്ടോ. അതുകൊണ്ട് ഇത് രാത്രി തേച്ചിട്ട് കിടന്നോട്ടോ. രാവിലെ ആകുമ്പോൾ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി, നല്ല റിസൾട്ട് കിട്ടും. ഇങ്ങനത്തെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ വെളിയിൽ നിന്നാലും കേട് വരത്തില്ല കേട്ടോ.